അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിലേക്ക് കൈരളി TV പ്രേക്ഷകർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് ഭാരതത്തിലെമ്പാടുമുള്ള ജനങ്ങൾ നവരാത്രി ആഘോഷങ്ങളുടെ തിരക്കുകളിൽപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നോക്കാം കേട്ടോ. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായിട്ടുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള രീതിയുണ്ട്, അതിൻ്റേതായിട്ടുള്ള ട്രഡീഷൻസ് ഉണ്ട് ഈ ഒരു നവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ബൊമ്മക്കൊലു വെക്കുന്നുണ്ട്. അതുപോലെ ആന്ധ്രാപ്രദേശിലേക്ക് നോക്കുകയാണെങ്കിൽ ബത്തുക്കമ്മ എന്ന നവരാത്രി ആഘോഷമാണ് അവരിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്. എന്നാൽ അതേസമയം കർണാടക, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ ദസറ ആഘോഷങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി അതും വിടും, നമ്മൾ മഹാരാഷ്ട്ര, ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് രാത്രികളെ കൂടുതൽ മനോഹരമാക്കുന്ന ദാന്ഡിയ ഫെസ്റ്റും തുടങ്ങിയ ദർഭയും ഒക്കെയാണ് അവിടെ കൂടുതൽ പ്രാധാന്യത്തിൽ ആളുകൾ ആഘോഷിക്കുന്നത്. ഇങ്ങനെ വിവിധതരമായിട്ടുള്ള ആഘോഷങ്ങളുണ്ട്, വിവിധമായിട്ടുള്ള ആഘോഷ പരിപാടികളുണ്ട്. പക്ഷെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ നവരാത്രി ആഘോഷം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം എത്തുന്നത് പൂജ ഹോളിഡേയ്സ് ആണ്. മാത്രമല്ല ഈ പൂജവയ്പ്പ് സമയത്ത് നമ്മൾ ബുക്സ് കൊണ്ടുപോയി വളരെ റിലീജിയസ്ലി കൊണ്ടുപോയി പ്രാർത്ഥിക്കുവാൻ വെക്കുന്നു, ആ ദിവസങ്ങളൊക്കെ ആഘോഷിച്ച് നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ എന്തു തന്നെ ആയാലും ഈ ദിവസങ്ങളുടെ ഏറ്റവും വലിയ പവിത്രത എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ അടുത്ത തലമുറ അവർക്ക് അക്ഷരത്തിൻ്റെ ജ്ഞാനം പകർന്നു കൊടുക്കുവാൻ തുടക്കം കുറിക്കുന്ന ഒരു ദിവസം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ വർഷം പുതിയതായി അക്ഷരം കുറിക്കുന്ന, അക്ഷരജ്ഞാനത്തിലേക്ക് കടന്നു കയറുന്ന എല്ലാ കുരുന്നുകൾക്കും ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടാണ് ഇന്നത്തെ അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേ ഇവിടെ ആരംഭിക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യെസ് ഫ്രണ്ട്സ്, നമ്മൾ ഫസ്റ്റ് സോങ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്നും പറയുന്നത് പോലെ തന്നെ ദാ ഇവിടെ നമ്മുടെ ഫോൺ കോൾ വിളിക്കുവാനുള്ള നമ്പർ ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിലേക്ക് എല്ലാവരും നല്ല ഉഷാറായിട്ട് ഫോൺ ചെയ്തോളൂ. മാത്രമല്ല ഞാനിപ്പോൾ ഫോൺ കോൾസ് വരുന്നതിന് മുൻപുള്ള സമയം എന്തായാലും ഫസ്റ്റ് ലെറ്റർ വായിക്കുവാൻ തുടങ്ങുകയാണ്. ഹലോ ആൻ പാലി. Puja holidays, how much we all looked forward for those lovely days. Those days where we had nothing but leisure time. Nobody asked us to read or write or do homeworks. I still remember wrapping those books in papers and naming them before we take it to the temple. And later, we had our visits to friends' home. There we would be visiting the Bommakolus and we were gifted money, coconut, books, small lunch boxes and some small other gifts. We had to sing and there was no embarrassment for us to sing in front of those professional singers. I miss those days. But here also we have the celebrations and music festivals. And somehow I can see more people in their 30s are active nowadays in music and dance than ever before. So please play music for those thrilling 30s. Hugs, Shalini Nirmal, San Francisco. ഷാലിനിയുടെ ലെറ്ററിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മുടെ കേരളത്തിൽ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ആഘോഷങ്ങൾ എന്നൊക്കെ. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ബൊമ്മക്കൊലൊക്കെ കാണുന്നുണ്ടെങ്കിൽ മിക്കവാറും പാലക്കാടോ ട്രിവാൻഡ്രോ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതൽ. തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ആ ഒരു രീതി ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നത്. ബട്ട് നമ്മൾ ടിപ്പിക്കലായിട്ടുള്ള കേരള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഏറ്റവും നല്ല മെമ്മറീസ് എന്ന് പറയുന്നത് ബുക്സ് റാപ്പ് ചെയ്തിട്ട് ഒന്നെങ്കിൽ അമ്പലത്തിലോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ട്യൂഷൻ സെൻ്ററിലോ സ്കൂളുകളിലോ ഒക്കെ വെക്കുന്നതായിരിക്കും. പലരും പല സ്ഥലത്തായിരിക്കും ഇത് ചെയ്യുന്നത്. പക്ഷേ ആ ദിവസങ്ങളുടെ ഏറ്റവും റിലാക്സിങ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും നമ്മളോടത്ത് ഒരു വഴക്കം പറയില്ല, പോയിരുന്നു പഠിക്കാൻ പറയില്ല. നമ്മളുടെ അടുത്ത് എന്താ ഒന്നും എഴുതാത്തത്, എന്താ ഒന്നും വായിക്കാത്തതെന്ന ചോദ്യവും ശരങ്ങളുമായിട്ട് വീട്ടിലെ മുതിർന്നവരൊന്നും നമ്മുടെ പുറകെ വരില്ല. അപ്പോൾ അത്ര വളരെ ഫണി ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു. മാത്രമല്ല കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ച് വെക്കേഷൻ കിട്ടുന്നതുകൊണ്ടേ ഈ ഹോസ്റ്റലിലൊക്കെ ഇരിക്കുന്നവർക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സമയം കൂടെയായിരുന്നു പൂജ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ദിവസങ്ങളും അല്ലെങ്കിൽ ആ ഒരു സമയത്തേക്ക് ഒരു വാംത്ത് അല്ലെങ്കിൽ ആ ഒരു ഫീലൊന്നും നമ്മൾക്ക് ലൈഫിൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. കാരണം പഠിക്കേണ്ട സമയത്താണല്ലോ നമ്മൾക്ക് പഠിക്കാണ്ടിരിക്കാൻ ഏറ്റവും ഇഷ്ടം. ബട്ട് എങ്കിൽ തന്നെയും നമ്മളുടെയൊക്കെ മനസ്സുകളിൽ ഇങ്ങനെ കുറേ നല്ല മെമ്മറീസ് തന്നിട്ടുള്ള ഒരു സമയമാണ് നവരാത്രി ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളിൽ പല പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലായിരിക്കും പലപ്പോഴും അത് കൊണ്ടാടുന്നത്. ബട്ട് എങ്കിൽ തന്നെ ഏറ്റവും മികച്ച ഇത്രയും നല്ല മെമ്മറീസ് നമ്മുടെയൊക്കെ മനസ്സുകളിലുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാകുന്ന നല്ലൊരു സോങ് എസ്പെഷ്യലി നമ്മുടെ പ്രിയപ്പെട്ട ശാലിനി നിർമ്മലിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിൽ. അപ്പോൾ നമ്മുടെ കൂടെ ലെറ്റേഴ്സ് ഉണ്ട്, സോങ്സ് ഉണ്ട്, ഫോൺ കോൾസ് ഉണ്ട്. പിന്നെ ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചെത്തിയപ്പോൾ നിങ്ങളോടൊപ്പം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം ഞാൻ അവതാരക ആൻ പാലിയുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഓർമ്മ വരുന്നത് ഒരു കഥയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ലെറ്ററിലേക്ക് പോകാം.
ഒരിക്കലൊരു പെൺകുട്ടി ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ സാധാരണ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് ദൂരത്തേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ്സ് ഉണ്ടാകും. ഏതെങ്കിലുമൊക്കെ ഒരു എയർപോർട്ടിലൊക്കെ പോയിരിക്കുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ വളരെ ബോറടിക്കും. ചിലപ്പോൾ ഉറങ്ങാനുള്ള സമയം ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു ബുക്സ് വായിച്ചൊക്കെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിരിക്കാം എന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ അവിടെയുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയിട്ട് ഒരു ബുക്ക് മേടിച്ചു. പിന്നെ ഒരു വലിയ പാക്കറ്റ് ഓഫ് കുക്കീസ് കൂടി മേടിച്ച് കഴിഞ്ഞിട്ട് ഇവർ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിൽ പോയിട്ട് ഇരുന്നു. അപ്പം അതൊക്കെ ബുക്സൊക്കെ വായിച്ച് ഈ കുക്കിയൊക്കെ തുറന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കാമെന്ന് കരുതിയപ്പോഴാണ് ഒരു സ്ട്രേഞ്ചർ, ടോട്ടലി സ്ട്രേഞ്ചറാണ് കേട്ടോ, ഇവർ തമ്മിൽ മുൻപരിചയമൊന്നുമില്ല, ഇവരുടെ അടുത്ത് വന്നിരുന്നത്. അപ്പോൾ ആദ്യം ഇവർക്കൊരു ഇത്തിരി അൺകംഫർട്ടബിൾ ഒക്കെ ആയി, എന്താണ് ഇങ്ങനെ ഒരാൾ വന്ന് അടുത്തിരിക്കുന്നതെന്ന്. പക്ഷെ നമുക്ക് അവിടെ പ്രത്യേകിച്ച് ചോയ്സ് ഒന്നും ഇല്ലല്ലോ, എയർപോർട്ട് ആകുന്ന ആര് വേണമെങ്കിലും വന്നിട്ട് നമ്മുടെ അടുത്തിരിക്കാം, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ശരി, ഇവരുടെ ബുക്കിൽ ഇങ്ങനെ റീഡിങ്ങിൽ വളരെ ഇൻഡൾജ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് പോലെ കുറച്ചൊന്ന് വിശപ്പ് വന്നു. അപ്പോൾ ശരി, എന്തായാലും ബിസ്ക്കറ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് കൈ ഇങ്ങനെ നീട്ടി പതുക്കെ ബിസ്ക്കറ്റ് ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ അതാ അപ്പുറത്തിരിക്കുന്ന സ്ട്രേഞ്ചർ അല്ലേ, അയാൾ ഓൾറെഡി ആ ബിസ്ക്കറ്റിന്റെ പാക്കറ്റിൽ നിന്ന് കുക്കീസ് എടുത്ത് പതുക്കെ കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് ആകെ ഒരു അസ്വസ്ഥത തോന്നി. പക്ഷെ വിചാരിച്ചു വേണ്ട, ഒന്നും പറയാനില്ല, കാരണം അയാൾ നല്ല പൊക്കവും തടിയൊക്കെ ഉള്ള ഒരാൾ, ഒരു വഴക്കിന് എന്തായാലും മുന്നോട്ട് നിൽക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇവരടുത്ത കുക്കീസ് എടുക്കുന്ന സമയത്ത് അയാളിതാ അതിൻ്റെ ഒപ്പം തന്നെ അയാളും ഒരെണ്ണം എടുക്കുന്നു. ഇങ്ങനെ ഈ ഒരു സംഭവം, അതായത് ഈ ഒരു കലാപരിപാടി ഒരാളൊന്നും എടുക്കുമ്പോഴേക്കും അടുത്തയാൾ മറ്റതെടുക്കുന്നു. ഇങ്ങനെ ഈ പരിപാടി ഇങ്ങനെ കുറേ തുടർന്ന് അങ്ങനെ പോകുമ്പോൾ ഏറ്റവും അവസാനം ആ പാക്കറ്റിലാകെ ഒരൊറ്റ കുക്കി മാത്രം മിച്ചം വന്നു. അപ്പോൾ ഇവർ വിചാരിച്ചു, ദൈവം ഇയാൾ എത്ര റൂഡായിട്ടുള്ളൊരു മനുഷ്യനാണ്, ഒന്ന് എടുത്തോട്ടെ എന്ന് പോലും എൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല, ഒരു താങ്ക്സ് പോലും പറയുന്നില്ല, എന്നെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. ഇത്ര എന്താ പറയുക, ഇത്ര റൂഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ ഞാൻ ഇങ്ങനെ ഒരു ട്രാവലിൽ കണ്ടുമുട്ടിയല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇവർ ഇത്രയും അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ അയാൾ ആ ലാസ്റ്റ് കുക്കി എടുത്തിട്ട് രണ്ടായിട്ട് പകുത്തിട്ട് ഒരു ഭാഗം ഇവർക്കും കൊടുത്തു, ഒരു ഭാഗം അയാളും കഴിച്ചു. അപ്പോൾ എന്തായാലും ഇവർക്കൊരു ഇത്തിരി അസ്വസ്ഥതയൊക്കെ ആയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്തായാലും ഫ്ലൈറ്റിൽ ജേർണിക്കുള്ള സമയമായി. ഇവർ ഫ്ലൈറ്റിൽ കയറിയിരുന്ന് ഇവരുടെ ബുക്ക് ഇവരുടെ കയ്യിലിരിക്കുന്നത് ബാഗിലേക്ക് വെക്കാൻ വേണ്ടി ബാഗ് തുറന്നപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ കുക്കി പാക്കറ്റ് അതിൻ്റെ അകത്ത് പൊട്ടിക്കാതെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവരുടെ പാക്കറ്റിലല്ല ഇവർ പിടിച്ചുകൊണ്ടിരുന്നത്, അയാൾ മേടിച്ച അയാൾക്ക് കഴിക്കണം എന്ന് വിചാരിച്ച അയാളുടെ പാക്കറ്റിലാണ് ഇവർ അത്രയും സമയം കുക്കീസ് എടുത്തുകൊണ്ടിരുന്നത്. ഇവർ ഇത്രയേറെ സമയം ജഡ്ജ്മെന്റലായിട്ട് അയാൾ റൂഡാണ്, അയാൾ മോശമാണ്, അയാൾ അത് ചോദിക്കുവാനുള്ള മാന്യത പോലും ഉണ്ടായില്ല എന്നൊക്കെ ചിന്തിച്ചു കൂട്ടിയതും വേണമെങ്കിൽ വളരെ ഈസിലി അയാൾക്ക് തിരിച്ച് ഇവരെപ്പറ്റി ചിന്തിക്കാമായിരുന്നു എന്ന് അപ്പോൾ മാത്രമാണ് അവർ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ലൈഫിൽ നമ്മൾ കൂടുതൽ ജഡ്ജ്മെന്റൽ ആവണ്ട എന്നൊക്കെ പറയുമ്പോഴും ചില അവസരങ്ങളിൽ ഇത്തരം ചില അബദ്ധങ്ങൾ നമ്മൾക്ക് പറ്റും. ചില അവസരങ്ങളിൽ അവരോടൊന്ന് തിരിച്ചു പോയി ഒന്ന് അപ്പോളജൈസ് ചെയ്യാൻ പോലും നമുക്ക് സാധിച്ചെന്ന് വരില്ല. എന്തായാലും അങ്ങനെയുള്ള തോട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്നൊരു ചിന്തയോടുകൂടി തന്നെ നമുക്ക് നെക്സ്റ്റ് സോങ് കാണാം, അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിൽ. Hi Kairali TV. We are enjoying your show now, and as usual you look amazing while you read the letters and tell the stories. Some of the stories are heard before, but it's sweet when you tell it in your beautiful voice with proper tone, pose and expressions. I'm a speech therapist and I give more importance to conversation in any relationship. And I believe it's your time. Not what you tell create misunderstanding and complications in communication, but it's your tone that creates problems in any communication. But when I tell this to my wife, Archana, she teases me because in her opinion, I'm very short-tempered and fussy all the time. Maybe that's true. It's not us, but others are the ones who wash our face every day. Love, Nikhil Pavingal. See, നിഖിൽ പറയുന്ന കാര്യമുണ്ടല്ലോ, മേ ബി നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, നമ്മളുടെ ചുറ്റുമുള്ള നമ്മുടെ ഫാമിലി, വളരെ ബിലവ്ഡ് ആയിട്ടുള്ള നമ്മളുടെ ഫ്രണ്ട്സ്, ഇവരൊക്കെ പറയുമ്പോഴാണ് ചിലപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിന് കുറവുകൾ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. പലരും ഫസിയാണ്, പലരും ഷോർട്ട് ടെമ്പേർഡ് ആണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് വരുമ്പോൾ നമ്മൾ ഇതൊക്കെ വളരെ സ്കിൽഫുള്ളി ഹൈഡ് ചെയ്തിട്ട് നമ്മൾ മറ്റൊരു നല്ല പേഴ്സണായിട്ടാണ് മറ്റുള്ളവരുടെ മുൻപിൽ എത്തുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം വീട്ടിലേക്ക് എത്തുമ്പോഴാണ് പലപ്പോഴും അറിയുന്നത് നമ്മൾക്ക് എന്തൊക്കെ ടെൻഷൻസ് ആണുള്ളത്, എന്തൊക്കെ ടെൻഷൻസ് ആണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്, ആരോടൊക്കെയാണ് നമ്മൾ ദേഷ്യം കാണിക്കുന്നത് എന്നൊക്കെ. ബട്ട് അതൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ കേട്ടോ. നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് നല്ല വശങ്ങളും ഉണ്ടാകും. ആ നല്ല വശങ്ങൾ പലപ്പോഴും തിരിച്ചറിയുന്നതും ഇതേപോലെ തന്നെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ പലപ്പോഴും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഇറ്റ് ഓൾവേസ് കംസ് ഔട്ട് വിത്ത് എ വോയിസ്, ആൻഡ് നല്ല കാര്യങ്ങൾ ഇറ്റ്സ് ഓൾവേസ് സൈലന്റ് ഇൻ ദർ ഹാർട്ട് എന്ന് പറയാറുണ്ട്.
നല്ല കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ പെട്ടെന്ന് പുറത്ത് പറയാറില്ല. ബട്ട് സ്റ്റിൽ ഇതിന് മറ്റൊരു വശം ഉണ്ട് എന്ന് പറഞ്ഞത്, ഒരു ബട്ടർഫ്ലൈ അതിൻ്റെ വിങ്സ് എത്ര ബ്യൂട്ടിഫുൾ ആണ്, എത്രമാത്രം കളേഴ്സ് അതിലുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് അത് കണ്ണാടിയിൽ നോക്കിയിട്ടില്ല, മറ്റ് ബട്ടർഫ്ലൈസോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളോ അതിനെ നോക്കി കാണുമ്പോൾ മാത്രമാണ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ലൈഫിൽ നമുക്ക് എത്ര നല്ല ക്യാരക്ടർ ഉണ്ട്, നമ്മൾ എത്രമാത്രം മറ്റുള്ളവരെ കെയർ ചെയ്യണു, സ്നേഹിക്കണു എന്നൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത് അവർ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോഴാണ്, അല്ലാതെ നമ്മൾ തന്നെ ഒരിടത്തിരുന്ന് സെൽഫ് അസസ്മെന്റ് നടത്തുമ്പോഴല്ല എന്ന്. എന്തായാലും നിഖിൽ പാവിങ്കിൽ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു സോങ് ആണ് ഇനി അടുത്തതായിട്ട് വരുന്നത്. നിഖിലിനും നിഖിലിന്റെ വൈഫ് അർച്ചനയ്ക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ആ സോങ് കഴിയുന്നതിന് ശേഷം നമുക്ക് തിരിച്ചെത്താം അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിലേക്ക്. ഹലോ അമേരിക്കൻ കഫേ. ഹലോ ആൻ, ഐ എം പ്രീത ജയകുമാർ, an HR manager from Burlington. I used to watch every show in Kairali TV during my college days and school days, and my favorite show was DSF special programs. How beautiful were those days when you used to visit all the pavilions and explain the things over there. Their arts, cuisine, their stories, and I also loved the shops over each pavilion. After finishing my graduation, I came to Canada for higher studies. Then I started working here, but I continued my passion for travel. I visited almost 15 countries, and still my bucket list is very huge, enough to fill my vacation plans for the next 5 years too. വളരെ പ്ലാനിങ്ങിൽ പോകുന്ന ഒരാളാണല്ലേ. Can you please play a song from a road movie? And love to see you again. Give my regards to Santosh Pali and keep up the good work. Take care, Preeta Jaykumar. നമ്മളുടെയൊക്കെ ലൈഫിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും, രാവിലെ ഓഫീസിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും വൈകിട്ട് ആകെ ക്ഷീണിച്ച് കിടന്നുറങ്ങുമ്പോഴുമൊക്കെ നമ്മളെ ഓരോ കാര്യവും പിറ്റേ ദിവസവും ഇതേപോലെ തന്നെ എനർജിയിൽ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് നമ്മളുടെ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോടുള്ള ഒരു പാഷനായിരിക്കും. പ്രീതയ്ക്ക് ഈ പറയുന്നത് പോലെ തന്നെ ട്രാവലിനോടുള്ള പാഷനാണ് ലൈഫിൽ ഏറ്റവും കൂടുതലുള്ളതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും എല്ലാ വെക്കേഷൻസും എല്ലാ കാര്യങ്ങളും ആ ഒരു പ്ലാനിങ്ങിൽ തന്നെ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ പ്രീത ആഗ്രഹിക്കുന്നത് പോലെ ഇഷ്ടമുള്ളത്രയും യാത്രകൾ ഇഷ്ടമുള്ളത്രയും സ്ഥലങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം പ്രീത ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലൊരു റോഡ് മൂവിയിൽ ഒരു നല്ല പാട്ടുണ്ടോയെന്ന് അറിയില്ല, എന്തായാലും നല്ലൊരു സോങ് ആണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. വീണ്ടും നമ്മൾക്ക് വേണ്ടിയിട്ട് എഴുത്തുകൾ എഴുതുക, കൂടുതൽ വിശേഷങ്ങൾ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും കാത്തിരുന്ന ആ ഒരു നല്ല സോങ് ഇതാ എത്തിക്കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ കാപ്പിക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കാപ്പിയല്ല, നമ്മുടെ നാട്ടിലെ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്ന കാപ്പിപ്പൊടി, അതിനൊരു പ്രത്യേക മണമുണ്ട്. നമ്മുടെ നാടുകളിലെ പ്രഭാതങ്ങൾ, പ്രത്യേകിച്ച് നാട്ടുപുറങ്ങളിലെ പ്രഭാതങ്ങളിൽ ആദ്യം വരുന്നൊരു മണം ഈ ഒരു കട്ടൻ കാപ്പിയുടെ മണമായിരിക്കും. എന്തായാലും കട്ടൻ കാപ്പി എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ ശീലങ്ങളിൽ കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ട് ഒരു പത്രം വായിക്കുക എന്നൊക്കെ പറയുന്നത് ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോർണിംഗ്സിന്റെ പ്രത്യേകതകൾ തന്നെയാണ്. അപ്പോൾ ഇത്തരം പ്രത്യേകതകൾ നമ്മൾക്ക് മോർണിംഗിൽ മാത്രമല്ല, നമ്മൾക്കൊരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തുമാകാം. ലെറ്റ്സ് ടേക്ക് എ കോഫി ബ്രേക്ക് ആൻഡ് കം ബാക്ക് ടു അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേ. അടുത്തായിട്ട് നമ്മൾ വായിക്കാൻ പോകുന്ന ഒരു ലെറ്റർ ഉണ്ടല്ലോ, നമ്മളുടെ ആക്ച്വലി പ്രോഗ്രാമിലേക്ക് വന്ന ലെറ്റർ അല്ല, പക്ഷേ മൊത്തം ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ എഴുതിയിട്ടുള്ള ഒരു ലെറ്ററാണ്. നമ്മളുടെ ഇന്ത്യയിലെ സൂപ്പർ മെഗാ സ്റ്റാർ അമിതാഭ് ബച്ചൻ ഈ ഒരു നവരാത്രി കാലത്ത് ഇന്ത്യയിലുള്ള പുരുഷ പ്രജകൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു ലെറ്ററാണ്. എന്താ കാര്യം എന്ന് ഞാൻ പറയാം. ഇത് ആക്ച്വലി ഒരു കമ്പാരിസൺ ആണ് അയാൾ നടത്തുന്നത്. ഒരാളുടെ ലൈഫിൽ അയാളുടെ വൈഫും അയാളുടെ മദറും പ്ലേ ചെയ്യുന്ന റോൾസിനെ പറ്റിയിട്ടുള്ള ഒരു കമ്പാരിസൺ സ്റ്റഡിയും അതിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് അയാൾക്ക് പറയാനുള്ളത് എന്നുള്ള കുറച്ച് അഡ്വൈസസുമാണ്. അപ്പോൾ മുഴുവൻ ലെറ്റർ നമുക്ക് വായിക്കാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു ഫ്യൂ പാർട്സ് ഓഫ് ദ ലെറ്റർ ഞാനിപ്പോൾ വായിക്കാം. അമ്മയും വൈഫും, they both love us, both sacrifice for us, both make us eat more than we require, both make our house into home, both pray for us, both are always there for us, both live for us. Then why do we paste or say funny jokes about wife and laugh and always post respectable quote for mother? The only difference I can see is one brings you into the world and the other makes you her world, but men always take their wives for granted and often ignore them in important talks, matters, discussions, plannings, etc., etc., because they think they are inefficient to handle them. Dear men, it's true that your mother sacrifices to make you become a leader, but a wife sacrifices to maintain your leadership. Your mother gets your affection and care throughout her life, but a wife gets your full attention only when she is near the end of her life, waiting to get your certification of a soulmate.
Please give her importance in early age for life so that she can feel that she is not only the princess of her father but also the queen of her husband. എത്ര ഡെപ്തിലുള്ള വേർഡ്സ് ആണല്ലേ അമിതാഭ് ബച്ചൻ പറഞ്ഞിരിക്കുന്നത്. അമിതാഭ് ബച്ചൻ ഇപ്പോൾ റീസെന്റ് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ചിൽഡ്രന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു ലെറ്ററും ഇതേപോലെ തന്നെ ഒരുപാട് ആളുകൾ വായിക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾക്ക് ഏറ്റവും അധികം അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. പലപ്പോഴും ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ പറയുന്നില്ല, പക്ഷേ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോഴും പെൺകുട്ടികൾ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന മരുമകളൊക്കെ വളരെ എന്താ പറയുക, അത്ര റെസ്പെക്ട്ഫുൾ അല്ലാത്തൊരു പൊസിഷനിലാണ് പലപ്പോഴും അവർ ജീവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിന് കാരണമായിട്ട് തന്നെ ഈയിടെ ഒരു കോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ മരുമക്കൾ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ അവരെ ഒരു ഫാമിലി മെമ്പറായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം, നോട്ട് ആസ് എ ഫാമിലി മെയ്ഡ് എന്നൊരു രീതിയിൽ ഈ അടുത്ത കാലത്ത് ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനെ വളരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ബച്ചൻ സാറിന്റെ ഈ ഒരു വേർഡ്സ്, ഈ ഒരു കോട്ട്സ്. അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ട ചില വ്യക്തികൾക്ക് അത്ര തന്നെ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ അവരുടെ ലൈഫ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും ഒരുപാട് കുറവുകളുണ്ട് എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ആ നല്ല വേർഡ്സ് ഓർമ്മിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം ഇത്രയും നല്ല കാര്യങ്ങൾ, ഇത്രയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഇത്രയും അധികം കാര്യങ്ങൾ നാട്ടിലുള്ള നമ്മളുടെ പുരുഷന്മാരോടും അത് മാത്രമല്ല മൊത്തം സമൂഹത്തോടും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓഫ് കോഴ്സ് ഒരുപാട് നല്ല ചേഞ്ചസ് വരും. കുറെ ആളുകൾക്കെങ്കിലും നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നെക്സ്റ്റ് ഒരു സോങ് കാണാം നമ്മളുടെ ആസിഡ് ഹോംസ് അമേരിക്കൻ കഫേ. കാലം ചില മുറിവുകളെ മായ്ക്കും എന്ന് നാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ കാലമല്ല കേട്ടോ ഒന്നും മായ്ക്കുന്നത്. ജീവിതത്തിന്റെ ഓരോരോ തിരക്കുകളിൽപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ മറവിയിലേക്ക് മാറ്റിവെക്കുകയാണ്. ചില കാര്യങ്ങൾ അപ്പോൾ ഓർക്കാൻ സമയമില്ല എന്ന് പരിഭവം പറഞ്ഞുകൊണ്ട് മറ്റ് ചില തിരക്കുകളിലേക്ക് നമ്മൾ ഊടിയിട്ട് ഇറങ്ങുകയാണ്. നാം തന്നെയാണ് നമ്മളുടെ മുറിവുകൾ മായ്ക്കുന്നത്. നാം തന്നെയാണ് മുറിവുകളുടെ ഓർമ്മപ്പെടുത്തലുകളില്ലാത്ത പുതിയ പ്രഭാതങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ഓരോ പ്രഭാതങ്ങളും പ്രതീക്ഷകൾ നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് യാത്രാമൊഴി നേരുകയാണ് ആൻ എന്ന ഞാൻ.